എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 കൊല്ലമായിട്ടാ. അപ്പോൾ ഇതാണ് എൻ്റെ വെഡിങ് ആനിവേഴ്സറിയുടെ ഡ്രസ്സ്. ഞങ്ങളപ്പോൾ റെഡി ആയിട്ട് ഇതേ അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കാൻ കേട്ടോ. എന്തോ ഒരു കഷ്ടകാലത്തിൻ്റെ രാവിലെ കഴിഞ്ഞിട്ടപ്പോൾ അത് ഏട്ടന് ഭയങ്കര പനി കേട്ടോ. അപ്പോൾ ആ ഒരു ക്ഷീണമാണ് ഏട്ടൻ്റെ മുഖത്ത് കാണുന്നത്. ഒന്ന് ചിരിക്കാൻ പറഞ്ഞിട്ട് പോലെ പുള്ളിക്കാരൻ ചിരിക്കുന്നുണ്ടായിരുന്നില്ല, തീരെ വയ്യായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ റെഡി ആയതാണ്. പിന്നെ നല്ലൊരു ദിവസമല്ലേ, അപ്പോൾ എന്തായാലും അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പുറത്തേക്ക് പോകണതിൻ്റെ സന്തോഷമായിട്ട് നിങ്ങൾ കിച്ചുവിൻ്റെ മുഖത്ത് കാണുന്നത്. പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളപ്പോൾ ഈ വാഴാലിക്കാവിലേക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി തൃശ്ശൂർ പൂരം ഒരു ദിവസമായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പൂരത്തിൻ്റെ അന്ന് രാവിലെ പോയിട്ട് വടക്കുന്നാഥലിലും പാറമേക്കാവിലൊക്കെ തൊഴാം, എന്തായാലും വെഡിങ് ആനിവേഴ്സറി അല്ലേ എന്നൊക്കെ വിചാരിച്ച് കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ഏട്ടന് വയ്യല്ലോ, അപ്പോൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് പോകാൻ പറ്റില്ല. പിന്നെ നമ്മുടെ മക്കളെയും കൊണ്ട് എവിടേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. പൂരപ്പറമ്പിലേക്കാണെങ്കിൽ തീരെ പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വാഴാലിക്കാവിൽ വന്ന് തൊഴാം. ഇപ്രാവശ്യം പൂരത്തിനൊന്നും വന്ന് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് തൊഴാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ എന്ത് മുൻകൂട്ടി പ്ലാൻ ചെയ്താലും അതൊന്നും നടക്കാറില്ല കേട്ടോ. അത് കാരണം ഇപ്പോൾ പ്ലാൻ ചെയ്യലൊക്കെ കുറച്ച് കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തൊഴുതിറങ്ങിയപ്പോൾ നമ്മുടെ മക്കൾക്കൊരു ആഗ്രഹം, അവർക്ക് പുഴയിലേക്ക് പോകണം എന്നിട്ട്. അപ്പോൾ ഞങ്ങളിതേ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ നീ മക്കളെയും കൊണ്ട് അവിടെ പോയിക്കോ, ഞാൻ അവിടെ ഒരു ഭാഗത്ത് പോയിട്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരന് തീരെ വയ്യായിരുന്നു. അപ്പോൾ ആളൊരു ഭാഗത്ത് പോയിട്ടിരുന്നു. അപ്പോൾ ഞാൻ അതേ മക്കളെയും കൊണ്ട് പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ പുഴയിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ, ആകെ മണൽ മാത്രമേ ഉണ്ടായിരുന്നു. അച്ചുട്ടും കിച്ചുട്ടും ഭയങ്കര സന്തോഷമായിട്ട് അവർക്ക് എന്തോ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ എന്തിനായിരുന്നു. അവർ മണലിൽ കൂടെ കോടി കളിക്കുക, മണൽ വാരി കളിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അതോ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ അവിടെ നിന്നിട്ട് ആകെ കണ്ണൊക്കെ ആകെ മഞ്ഞളിക്കാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ മക്കൾക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതിനൊക്കെ ഓടി കളിക്കാനും അതൊക്കെ. അപ്പോൾ അവരങ്ങനെ കുറേ നേരം അതിനൊക്കെ ഓടി കളിച്ചു കേട്ടോ. മക്കളുടെ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഏട്ടൻ ഒരു ഭാഗത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ. തീരെ വയ്യ തോന്നുന്നു, ഒരു തണലുള്ള ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടൻ ഒന്ന് ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട്, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് ഒന്ന് ചിരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ചിരിച്ചിട്ട്. ഇങ്ങനെ ചിരിക്കാറില്ല, ചിരിക്കാൻ പറയുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നിട്ട്. എന്തായാലും ആ വയ്യാത്ത സമയത്തിന് ചിരിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ ചിരിച്ചു തന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അടുത്ത കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും ഏട്ടന് വയ്യല്ല, ഇനി പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ കാണാൻ പോകണം. ഞങ്ങളപ്പോൾ തിരിച്ചതേ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് മക്കളെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ കേട്ടോ. ആ സമയം പോയി ഏട്ടൻ്റെ പനിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ നീള ബോട്ട് ഹൗസിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. കുറേ പേര് പോയിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മുതലുള്ള ആഗ്രഹമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്ന്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ ഇങ്ങനെ തിരിക്കാൻ വേണ്ടല്ലോ, നമുക്ക് പറ്റുകയൊക്കെ ചെയ്തോ. എന്ത് പേടിക്കാണ് വീട് പോരെ പൈസ കണ്ടോ, അങ്ങനെ അങ്ങനെ പിടിച്ചാൽ തിരിക്കണം. ഉണ്ണി വേണ്ട, ഉണ്ണി വേണ്ട. ഉണ്ണി കുഞ്ഞുണ്ണിയാ, നമ്മുടെ ഉണ്ണിക്ക് തിരിക്കാൻ പറ്റില്ല. ഏട്ടാ വണ്ടി പോയി ഏട്ടാ പോട്ട് ഓടിക്കും. അച്ചൂടെ ഈ ഒരു സംഭവത്തിൽ കയറിയപ്പോൾ തൊട്ട് നമ്മുടെ കിച്ചുണ്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അവനും കയറണം എന്ന് പറഞ്ഞിട്ട്, അമ്മ ഉണ്ണിച്ചും കയറണം പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അച്ചൂട്ടന് പിന്നെ അത് തിരിക്കാൻ പറ്റില്ല. പക്ഷേ കിച്ചുടൻ കുഞ്ഞു കുട്ടിയില്ല, അവനിങ്ങനെ തിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതേ അവൻ ഈ ഒരു ബോട്ടോ വഞ്ചി ഈ ഒരു സംഭവം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ അത് പിടിച്ച് നിന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ചൂട്ടനപ്പുറത്ത് ഈ ഒരു സംഭവത്തിൽ കയറിയിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അവനങ്ങനെ തിരിക്കാനൊക്കെ അറിയാലോ. കിച്ചുട്ടിന് അങ്ങനെ അറിയില്ല. അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചില്ല, നമുക്ക് വേറെ ഉണ്ണിച്ച് വേറെ ഇതിലൊക്കെ കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് നിർത്തിക്കായിരുന്നു കേട്ടോ അവനെ. കുതിര
നടന്നോ. ഇതാണ് ഗൈസ് നമ്മുടെ ഭാരതപ്പുഴ. അപ്പോൾ ഇവിടെ ബോട്ടിങ്ങും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിലൊന്നും കയറിയില്ല. എനിക്ക് അതിലൊന്നും കയറാൻ ഇഷ്ടമല്ല എന്നുള്ള എനിക്ക് ഭയങ്കര പേടിയാണ് ഈ ഒരു സംഭവത്തിലൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്കുള്ള പാർക്ക് ഉണ്ട് അവിടെ. ഇനി ഞങ്ങൾ അതിലേക്കാണ് കേട്ടോ പോകുന്നത്. എനിക്ക് തല കറങ്ങണു. പോട്ടാടേ ചാറ്. മതിയുടെ വന്നോ. അമർത്തി വാ. ഇപ്പൊ പേടി മാറിയടാ. ആ ഇനിയൊന്ന് വെഡിങ് ആനിവേഴ്സറി ഞങ്ങളുടെ ആയിരുന്നാലും എൻജോയ് ചെയ്ത് നമ്മുടെ മക്കൾ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഒരു ഭാഗത്തിരുന്നിട്ട് ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നേ. നമ്മുടെ മക്കൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും കുട്ടികൾക്കുള്ള പാർക്കാണ് കേട്ടോ. പക്ഷേ വലിയവരും വന്നിട്ട് ഈ ഊഞ്ഞാലിരുന്ന് ആടുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഒരാഗ്രഹം, എനിക്ക് ഇരുന്നിട്ട് ഊഞ്ഞാലാടണം എന്നുള്ളത്. പക്ഷേ കുട്ടികൾ വന്നാൽ നമ്മളതിന് എണീറ്റ് കൊടുക്കണം കേട്ടോ. അത് അവർ പറയുന്നുണ്ട്, കുട്ടികൾ വരികയാണെങ്കിൽ എഴുന്നേറ്റ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അതേ ഞാനിരുന്ന് ഊഞ്ഞാലാടാണ് ഗെയ്സ്. അതിന് മോളിക്ക് കയറ്.
ആ പോണു. എടാ വാടാ. ആയോ കിച്ചു വാ. അവനെ പിടിച്ചിട്ട് വാ, അവനെ പിടിച്ചിട്ട് വാ, അവനെ പിടിച്ചിട്ട് വാ. കുഞ്ഞു ഉരുസി വാ, ഉരുസി വാ. ഞങ്ങളപ്പോൾ അതേ ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നിക്കാണ്ട്. അപ്പോൾ ഷാലിമാറിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാനാട്ടോ വിചാരിക്കുന്നത്. ഇതാണ് നമ്മുടെ കേക്ക്. കേക്കിൽ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്നൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. ലവ് എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ സ്ഥിരം വാങ്ങുന്ന ഒരാളുടെ അടുത്താണ് ഈ ഒരു കേക്ക് വാങ്ങിച്ച്. പുള്ളിക്കാരൻ്റെ നിന്ന് വിശ്വസിച്ച് നമുക്ക് കേക്ക് വാങ്ങാം. നല്ല കേക്കായിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് കേക്ക്. സ്ട്രോബെറിയുടെ എന്തോ ഒരു ഫ്ലേവറാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ കേക്ക് മുറിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കേക്ക് മുറിക്കുന്ന സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഗെയ്സ്. അച്ഛനും അമ്മയും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ഏട്ടനും മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കേക്ക് മുറിക്കുകയാണേ. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെറിയ രീതിയിൽ കേക്കൊക്കെ വാങ്ങിച്ച് ആഘോഷിച്ച് നമ്മൾ വേറെ ആരെയും വിളിക്കുകയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മൾ മക്കളെയും കൊണ്ട് പുറത്ത് പോയി അവർക്ക് ഒരു ചെറിയൊരു എൻജോയ്മെൻ്റ് ഒക്കെ ആവട്ടെ വിചാരിച്ച് നമ്മൾ അവരെയും കൊണ്ട് പുറത്ത് പോയി ഫുഡൊക്കെ വാങ്ങിച്ചു. വീട്ടിൽ വന്നിട്ട് ഇതേ കഴിച്ചു. ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അതുവരേക്കും ബൈ.